ചങ്ങായി വ്ലോഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ് ഗണിതം യൂണിറ്റ് 9 വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ. വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ മുമ്പ് 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 2ൻ്റെയും 5ൻ്റെയും 10ൻ്റെയും ഗുണനക്രിയകൾ. അതുകൊണ്ട് നിങ്ങൾക്കതെല്ലാം അറിയുമായിരിക്കും. എന്നാലും നമുക്ക് അതൊന്ന് ഓർമ്മിച്ചതിന് ശേഷം ഈ യൂണിറ്റിലേക്ക് കടക്കാം. നമ്മുടെ യൂണിറ്റ് 9 വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ എന്ന യൂണിറ്റിലെ ആദ്യത്തെ പ്രവർത്തനം ചേർത്ത് വരയ്ക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 3 ഗുണിക്കണം 2 എന്ന് തന്നിട്ടുണ്ട്. അതിന് ചേർത്ത് വരച്ചിട്ടുള്ളത് 6ലേക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 3 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 2നെ 3 പ്രാവശ്യം കൂട്ടുക. 2 കൂട്ടണം 2 കൂട്ടണം 2, അത് എത്രയാണ്? 2 2 4, 4 2 6. അടുത്ത പ്രവർത്തനം, അടുത്ത ചോദ്യം 16 എന്ന ഉത്തരമാണ് തന്നിട്ടുള്ളത്. 16 എന്ന ഉത്തരം ഇവിടെ ഏതാണ് വരിക? 2ൻ്റെ ഗുണന പട്ടിക നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസിയാണ്. ഗുണന പട്ടിക പഠിക്കണം. അതിൽ നമ്മൾക്ക് 8 2 16 എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് 2നെ 8 പ്രാവശ്യം കൂട്ടണം. വീണ്ടും വീണ്ടും 2നെ തന്നെ കൂട്ടണം. ഇപ്പം എത്ര 2 ആയി? 1 2 3 4 5 6 7 8. 8 2കൾ കൂട്ടുമ്പോൾ എത്രയാണ് നോക്കാം. 2 2 4, 4 2 6, 6 2 8, 8 2 10, 10 2 12, 12 2 14, 2 16. ഇങ്ങനെ എഴുതി കൂട്ടുന്നതിന് പകരം 8 ഗുണിക്കണം 2 എന്ന് എഴുതിയിട്ട് 2ൻ്റെ ഗുണന പട്ടിക ചൊല്ലി നോക്കിയാൽ മതി. നിങ്ങൾക്കറിയോ? ഗുണന പട്ടിക അറിയണ്ടാവുമല്ലോ അല്ലേ? 1 2 2, ഈ 2 4, 3 2 6, 4 2 8, I 2 10, 6 2 12, 7 2 14, 8 2 16. അപ്പോൾ 16നെ നമ്മൾ ചേർത്ത് വരച്ചത് 8 ഗുണിക്കണം 2 എന്നതിലേക്കാണ്. അടുത്തത് നോക്കാം. 5 ഗുണിക്കണം 2. 5 ഗുണിക്കണം 2നെ നമ്മൾ ചേർത്ത് വരയ്ക്കേണ്ടത് 5 2 എത്രയാണ് നോക്കിയിട്ടാണ്. 5 2 എത്രയാണ്? I 2 10. അപ്പോൾ നമ്മൾ ഇതിനെ 10ലേക്കാണ് ചേർത്ത് വരയ്ക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് വീണ്ടും വീണ്ടും കൂട്ടുക എന്ന പ്രവർത്തനം തന്നെയാണ്. 5 2 നോക്കാം. 1 2 3 4 5. 2 2 2 4, 2 6, 2 8, 2 10. ഇങ്ങനെ കൂട്ടുന്നതിന്, വീണ്ടും വീണ്ടും കൂട്ടുന്നതിന് പകരമാണ് ഗുണനക്രിയ. ഒരു സംഖ്യയെ തന്നെ വീണ്ടും വീണ്ടും കൂട്ടുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നതാണ് ഗുണനക്രിയ. I 2 10. പട്ടിക പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് നമുക്കൊന്ന് ചേർത്ത് വരച്ച് നോക്കിയാലോ? 8 എന്ന ഉത്തരം വരുന്ന ക്രിയ ഇതിൽ ഏതാണ്? ഏതാണ് ഇവിടെ നോക്കൂ. 7 2, 6 4, 4 2, 9, 9 2. അപ്പോൾ 2ൻ്റെ ഗുണന പട്ടിക നമുക്ക് നോക്കിയാൽ 4 2 8. അപ്പോൾ നമ്മളിവിടെ 4 2 8നെ യോജിപ്പിച്ചു. ഇനി 14നാണെങ്കിലോ 7 2 ആണ് 14. 18ന് 9 2. ഇവിടെ 3 3. 3 3 എത്രയാണ്? 3 1 3 3, 2 3 6, 3 9. അപ്പോൾ 3 9. ഇനി ഇവിടെ 24 ഉണ്ട്. ഇവിടെ ആകെ 6 4 ആണുള്ളത്. അത് ശരിയാണോ നോക്കാം. 1 4 4, 2 4 8, 3 4 12, 4 4 16, I 4 20, 6 4 24, 6 4 24. അപ്പോൾ നമ്മൾ ഇതിനെ 24നെ 6 4ലേക്ക് ചേർത്ത് വരയ്ക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഗുണന പട്ടിക എല്ലാവരും പഠിക്കുന്നത് നല്ലതാണ്, കണക്കിന് വേഗത കൂടാൻ.
ഇപ്പം നമ്മൾ ഇത് 7 2 എന്ന് പറയുമ്പോൾ 7 2 എന്താണെന്ന് നമുക്കറിയാം. 2നെ 7 പ്രാവശ്യം കൂട്ടുന്നതാണ് 7 2. അതേപോലെ 4നെ 6 പ്രാവശ്യം കൂട്ടുക എന്നതാണ് 6 4. അപ്പോൾ പട്ടിക പഠിക്കുക. ഇനി നമ്മൾ ഒളിച്ചിരിക്കുന്ന ആളെ ഇവിടെ ഈ ഉത്തരം നോക്കിയിട്ട് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഉത്തരം? അപ്പുറത്തെ പേജ് നോക്കുക. അടുത്ത പേജ് 8 ഗുണിക്കണം 4, 5 ഗുണിക്കണം 1, ഇങ്ങനെ കുറച്ച് ഗുണനക്രിയകൾ തന്നിട്ടുണ്ട്. ഈ ക്രിയകൾ ചെയ്യൂ. ഉത്തരം വരുന്ന കളങ്ങളിൽ നിറം കൊടുക്കൂ. ഒളിച്ചിരിക്കുന്നത് ആരെന്ന് കണ്ടുപിടിക്കൂ. ആരാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒളിച്ചിരിക്കുന്നത് ആര് എന്ന പ്രവർത്തനം നോക്കൂ. 8 4. 8 4 എന്ന് പറഞ്ഞാൽ 4നെ 8 പ്രാവശ്യം എഴുതി കൂട്ടുക എന്നാണ്. അപ്പോൾ 4 4 8, 8 4 12, 4 16, 4 20, 4 24, 28, 28 4 32. ഇങ്ങനെ നമ്മൾ കൂട്ടുന്നതിന് നമുക്ക് എളുപ്പം ചെയ്യുന്നതാണ് ഗുണനം. അതായത് 4ന്റെ ഗുണന പട്ടിക ചൊല്ലി നോക്കുക. 1 4 4, 2 4 8, 3 4 12, 4 4 16, 5 4 20, 6 4 24, 7 4 28, 8 4 32. ഇതാണ് എളുപ്പം അല്ലേ? ഇനി അടുത്തത് നോക്കുക. 5 1. 1നെ 5 പ്രാവശ്യം എഴുതി കൂട്ടുക. 1 1 2, 2 1 3, 3 1 4, 4 1 5, 5 1 5. അടുത്തത് 6 3. 6 3 എഴുതി കൂട്ടുക. 1 2 3 4 5 6 3 ഉണ്ട് ഇതിൽ. 6 3 എത്രയാണെന്ന് അറിയാൻ 3 3 6 3 9 3 12 3 15 3 18. 6 3 18 എന്ന് ഗുണന പട്ടിക ചൊല്ലി നോക്കുക. 1 3 3, 2 3 6, 3 9, 4 3 12, 5 3 15, 6 3 18. കണ്ടില്ലേ? ഇനി 1 2. 1 ഗുണിക്കണം 2. 2ന് ഒരു പ്രാവശ്യം തന്നെ മതി. അതായത് 2 തന്നെ. 1 2 2. 6 4. ഇവിടെ 6 4 നമ്മൾ എഴുതിയിട്ടുണ്ട്. 6 4. 4നെ വീണ്ടും വീണ്ടും കൂട്ടുക. വീണ്ടും വീണ്ടും കൂട്ടുന്നതിന് പകരമാണ് നമ്മൾ ഗുണിക്കുന്നത്. ആവർത്തന സങ്കലനമാണ് ഗുണനം. ആവർത്തിച്ച് ആവർത്തിച്ച് കൂട്ടുന്നതാണ് ഗുണനം. അതിന് പകരം നമ്മൾ ഇങ്ങനെ പട്ടിക പഠിച്ചു വെച്ചാൽ എളുപ്പത്തിൽ ചെയ്യാം. 6 4. 1 4 4, 2 4 8, 3 4 12, 4 4 16, 5 4 20, 6 4 24. ഇനി 4 2. 2നെ 4 പ്രാവശ്യം കൂട്ടുക. 2 2 2 4, 2 6, 2 8. അല്ലെങ്കിൽ 2ന്റെ പട്ടിക ചൊല്ലാം. 1 2 2, 2 4, 3 2 6, 4 2 8. ഓക്കെ. ഇനി 7 10. 7 10ന് നമ്മൾ പട്ടിക ചൊല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ? 2 5 10 നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 10നെ 7 പ്രാവശ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. 10നെ 7 പ്രാവശ്യം കൂട്ടുമ്പോൾ 10 20 30 40 50 60 70. അതുപോലെ തന്നെ 7 ഗുണിക്കണം 10. 7 10 70. അടുത്തത് 6 6. നമുക്ക് ഗുണനപ്പട്ടിക 6ന്റെ അറിയില്ല വയ്ക്കുക. അപ്പോൾ 6 6 എത്രയെന്ന് അറിയാൻ നമുക്ക് 6നെ 6 പ്രാവശ്യം എഴുതി കൂട്ടിയാൽ മതി. അതായത് 6 6 12, 12 6 18, 18 6 24, 24 6 30, 30 6 36. പട്ടിക ചൊല്ലിയാൽ നമുക്ക് 36 എന്ന് കിട്ടും. ഇനി 9 5. 9 5. 5നെ 9 പ്രാവശ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 5 5, 2 5 10, 3 5 15, 4 5 20, 5 25, 6 5 30, 7 5 35, 8 5 40, 9 5 45. അടുത്തത് 9 6 ആണ്. 1 6 6, 2 6 12, 3 6 18, 4 6 24, 5 6 30, 6 6 36, 7 6 42, 8 6 48, 9 6 54. 9 6നെ നമുക്ക് പട്ടിക അറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി?
6 6 12, 12 6 18, 18 6 അങ്ങനെ കൂട്ടുക. അപ്പോൾ ആവർത്തിച്ച് വീണ്ടും വീണ്ടും കൂട്ടുന്നതാണ് ഗുണനം. ആവർത്തന സങ്കലനമാണ് ഗുണനം. അടുത്ത പ്രവർത്തനം കണ്ടുപിടിക്കാമോ? മരം എത്ര, കിളി എത്ര? ഒരു മരത്തിൽ ഒരു കിളി വീതം ഇരുന്നാൽ ഒരു കിളി ബാക്കി വരും. ഒരു മരത്തിൽ 2 കിളി വീതം ഇരുന്നാൽ ഒരു മരം ബാക്കി വരും. മരം എത്ര, കിളി എത്ര? നമുക്കിതിൽ ഏറ്റവും ചെറിയ സംഖ്യ എടുത്ത് നോക്കാം. 4 കിളിയാണെന്ന് വിചാരിക്കുക. 4 കിളിയാണെങ്കിലോ ഒരു മരത്തിൽ 2 കിളി വീതം ഇരുന്നാൽ ഒരു മരം ബാക്കി വരുന്നുണ്ട്. അപ്പോൾ 2 കിളി വീതം ഇരുന്ന് കഴിയുമ്പോൾ 2 2 4, അപ്പോൾ ഒരു മരം ബാക്കി വരുന്നു. അപ്പോൾ ഇതൊരു മരം അല്ലേ, ഒരു മരം. ഇത് രണ്ടാമത്തെ മരം, ഇവിടെ മൂന്നാമത്തെ മരം ബാക്കി വരുന്നുണ്ട്. എന്നാൽ ഓരോ മരത്തിലും ഓരോ കിളി വീതം ഇരുന്നാൽ ഒരു കിളിയും ബാക്കി വരും. ഇപ്പോൾ ഓരോ മരത്തിലും ഓരോ കിളിയാണ് ഇരിക്കുന്നത് വിചാരിക്കുക. ഇതിലൊരു കിളി, രണ്ടാമത്തേൽ ഒരു കിളി, ഇതിലൊരു കിളി, ഇതിലും ഒരു കിളി. അപ്പം നോക്കൂ, ഒരു കിളി ബാക്കി വരും. അപ്പോൾ 3 മരങ്ങളും 4 കിളികളുമാണ്. 3 മരം 4 കിളി. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തത് നോക്കാം. ഞങ്ങൾ എത്ര എന്നുള്ളതിൽ ഞങ്ങളെ 2 വീതം കൂട്ടങ്ങളാക്കാം. 2 വീതം കൂട്ടങ്ങളാക്കാം, 3 വീതവും കൂട്ടങ്ങളാക്കാം. എത്ര കിളികളുണ്ടെന്ന് നമ്മൾ പറയണം. 10ൽ താഴെയാണ് എണ്ണം. ഞങ്ങൾ എത്ര പേർ? 2 വീതം കൂട്ടങ്ങളാക്കുമ്പോൾ ഇപ്പം നമ്മളിവിടെ 10ൽ താഴെയുള്ള ഒരു സംഖ്യ, അത് 6 ആണെന്ന് വിചാരിക്കൂ. 6നെ 2 വീതം കൂട്ടങ്ങളാക്കാമോ? ആക്കാം. 2 2 4 2 6. 6നെ 3 വീതം കൂട്ടങ്ങളാക്കാമോ? അതുമാക്കാം. 3 3 6. 10ൽ താഴെയുള്ള ഈ സംഖ്യ മാത്രമാണ് ഇതുപോലെ കൂട്ടങ്ങളാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ എത്ര പേർ എന്നുള്ളതിന് എത്ര കിളികളുണ്ട്? 6 കിളികൾ. എത്ര കിളികളാണ്? 6 കിളികൾ. പായസ വിതരണം. മീനുവിൻ്റെ പിറന്നാളാണ്. 3ാം ക്ലാസ്സിലേക്ക് 4 ട്രേയിൽ പായസം കൊണ്ടുവന്നു. ഒരു ട്രേയിൽ 7 കപ്പ് പായസം ഉണ്ട്. എത്ര കുട്ടികൾക്ക് പായസം കൊടുക്കാം? എങ്ങനെയാണ് നോക്കാം. എത്രയാണ്? ആകെ 4 ട്രേ ആണ് കൊടുക്കുന്നത്. 4 ട്രേ. ഒരു ട്രേയിൽ 7 കപ്പ് പായസം. ഒരു ട്രേയിൽ 7 കപ്പ്, അതായത് 4. ഇതൊരു ട്രേ, ഇത് രണ്ടാമത്തെ ട്രേ, ഇത് മൂന്നാമത്തെ ട്രേ, ഇത് 4ാമത്തെ ട്രേ. നോക്കൂ, ഓരോ ട്രേയിലും 7 കപ്പ് പായസം. 4 ട്രേ ആണ് കൊണ്ടുവന്നത്. അപ്പോൾ എത്ര കുട്ടികൾക്ക് കൊടുക്കാം? 7 7 14, 14 7 21, 21 7 28 കുട്ടികൾക്ക് പായസം കൊടുക്കാം അല്ലേ? 2 ട്രേയിലും കൂടി പായസം കൊണ്ടുവന്നപ്പോൾ 2 കപ്പ് പായസം ബാക്കിയായി. പിന്നെ 2 ട്രേ കൂടി കൊണ്ടുവന്നു, അതായത് ഒരു 7 കൂടി കൊണ്ടുവന്നു. അപ്പോഴോ 2 കപ്പ് പായസം ബാക്കി. 2 കപ്പ് ബാക്കി. 3ാം ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികൾക്ക് പായസം കൊടുത്തു? അപ്പോൾ ഇതിൽ 7 7 2 കപ്പ്, 2 ട്രേ വരുമ്പോൾ 7 7 ഉണ്ട്, അതായത് 7 7 14. 14 കപ്പ് പായസം കൊണ്ടുവന്നപ്പോൾ 2 കപ്പ് അതിൽ ബാക്കിയാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ എത്രയാണ് കൊടുത്തത്? 14ന് 2 എണ്ണം ബാക്കി ഇരിക്കുന്നുണ്ട്. 12 എണ്ണമാണ് കൊടുത്തത് അല്ലേ? ആദ്യം നമ്മൾ കൊടുത്തത് 28, പിന്നെ നമ്മൾ 12. അപ്പോൾ ആകെ എത്ര കുട്ടികൾക്ക് പായസം കൊടുത്തു? 28ഉം 12ഉം എത്രയാണ് നോക്കാം. 28ഉം 12ഉം 2ഉം 8ഉം 10. 10ന് ഇവിടെ 0 ഇട്ടു അല്ലേ? ഈ ബാക്കി ഒന്ന് മറക്കാതിരിക്കാൻ നമ്മൾ ഇവിടെ ഇടണം. 1ഉം 2ഉം 3ഉം 1ഉം 4.
എത്ര കുട്ടികൾക്ക് പായസം കൊടുത്തു? 40 കുട്ടികൾക്ക് പായസം കൊടുത്തു. ഇനി നമ്മൾ ഇതിനെ ഗുണിച്ചുകൊണ്ട് കാണുകയാണെങ്കിലോ, ഇപ്പം നമ്മളിത് കൂട്ടി വീണ്ടും വീണ്ടും കൂട്ടിയാണ് ഉത്തരം കണ്ടെത്തിയത്. 4 ട്രേ, ഓരോ ട്രേയിലും 7 കപ്പ്. അപ്പം എത്രയാണെന്ന് കാണാൻ 4 7 എത്രയാണെന്ന് നോക്കിയാൽ മതി. 4 7 ഗുണനപ്പട്ടിക ഒന്ന് ചൊല്ലാം. 1 7 7 2 7 14 3 21 4 7 28. കാണാതെ പഠിക്കണം, എന്നാൽ എളുപ്പം സ്പീഡിൽ കണക്ക് ചെയ്യാൻ കഴിയും. 4 7 28. പിന്നെ അടുത്ത് 2 ട്രേ കൂടി കൊണ്ടുവന്നു, അതായത് 2 7 14 അല്ലേ? അതിൽ നിന്ന് 2 എണ്ണം ബാക്കിയായിട്ടുള്ളൂ. അതായത് ഇത് കൂട്ടി നോക്കുക, ഇങ്ങനെയും ചെയ്യാട്ടോ. അതിനാണ് ഇത് കാണിച്ചു തരുന്നത്. 4 8 12, ബാക്കി 1 1 2 3 1 4. ഈ 42 കപ്പ് പായസത്തിൽ 2 കപ്പ് പായസം ബാക്കി വന്നു. അതായത് എത്ര കുട്ടികൾ പായസം കുടിച്ചു? 40 കുട്ടികൾക്കാണ് 3-ാം ക്ലാസ്സിൽ പായസം കൊടുത്തത്. ഞാൻ കണക്കാക്കിയ രീതി, മറ്റൊരു രീതി എന്ന് നമ്മുടെ പുസ്തകത്തിലുണ്ട്. ഞാൻ കണക്കാക്കിയ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കാം, ഈ ഭാഗത്തുള്ളത്. മറ്റൊരു രീതി പറഞ്ഞിട്ട് ഇതും എഴുതി വെക്കാം. ഓക്കെ? ഗുണിക്കുന്നത് എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂലേ? ഇങ്ങനെ എഴുതി വീണ്ടും വീണ്ടും കൂട്ടുന്നതിനേക്കാളും എളുപ്പം എന്താണ്? ഗുണനം. എത്ര ട്രേയിൽ പായസം കൊണ്ടുവന്നു? എത്ര ട്രേയിൽ പായസം കൊണ്ടുവന്നു? ഒരു ട്രേയിൽ എത്ര കപ്പ് പായസം? ആകെ എത്ര കപ്പ് പായസം? 3-ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം. ഇത് നമ്മളിവിടെ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? എത്ര ട്രേയിൽ പായസം കൊണ്ടുവന്നു? ആദ്യം 4-ഉം പിന്നെ 2-ഉം അല്ലേ? അപ്പോൾ 6 ട്രേയിൽ പായസം കൊണ്ടുവന്നു. ഒരു ട്രേയിൽ എത്ര കപ്പ് പായസം? 7 കപ്പ് പായസം. അപ്പോൾ ആകെ എത്ര കപ്പ് പായസം? 6 7 6 7 അല്ലേ? 6 7 എത്രയാണെന്ന് നോക്കുക. 6 7 42. 6 7 42 കപ്പ് പായസം. 2 എണ്ണം ബാക്കി വന്നതുകൊണ്ട് 3-ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 40. മനസ്സിലായല്ലോ? പൂർത്തിയാക്കുക എന്ന പ്രവർത്തനം നോക്കാം. ഇതേപോലെ നിങ്ങൾ ഇതും പൂർത്തിയാക്കണം. അടുത്തത് 2-ാം ക്ലാസ്സിലേക്ക് എന്ന പ്രവർത്തനം നോക്കാം. 2-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ 10 ട്രേ പായസം വേണ്ടി വന്നു. 2-ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഞാൻ കണക്കാക്കിയത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കള്ളി കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ഒരു ട്രേയിൽ 7 കപ്പ് പായസം, അതായത് 1 7 7. 2 ട്രേയിലും കൂടി 2 7 14. 3 ട്രേയിലും കൂടി 3 7 21. 4 ട്രേയിലും കൂടി 4 7 28. 5 ട്രേയിലും കൂടി 5 7 35. മനസ്സിലായോ എങ്ങനെയാണ് കണക്കാക്കിയതെന്ന്? 6 ട്രേയിലും കൂടി 6 7 42. 7 ട്രേയിലും കൂടി 7 7 49. 8 ട്രേയിലും കൂടി 8 7 56. 9 ട്രേയിലും കൂടി 9 7 63. 10 ട്രേയിലും കൂടി 10 7 70. 70 കപ്പ് പായസം 2-ാം ക്ലാസ്സിൽ ചെലവായി എങ്കിൽ 70 കുട്ടികളാണ് 2-ാം ക്ലാസ്സിൽ ഉള്ളത് അല്ലേ? ആഴ്ചപ്പാട്ട് നോക്കൂ. 7 ദിനങ്ങൾ ചേരുമ്പോൾ ആഴ്ചയൊന്ന് പിറക്കുന്നു. ആഴ്ചകൾ 2 ഉണ്ടെന്നാലോ ദിനങ്ങൾ എത്ര പറയാമോ? പറയാം, ഞങ്ങൾ പറയാമേ. ദിനങ്ങൾ എണ്ണം 14. 7ന്റെ കൂട്ടൽ അല്ലെങ്കിൽ ഗുണനവും പഠിക്കാനുള്ള ഒരു പാട്ടാണിത്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. അടുത്തത് നോക്കൂ. ഒരു ട്രേയിൽ 4 കപ്പ് പായസം വീതം 7 ട്രേയിൽ എത്ര കപ്പ് പായസം? ഒരു ട്രേയിൽ എത്രയാണ്? 4 കപ്പ് പായസമാണുള്ളത്, അതായത് 4. അങ്ങനെ 7 ട്രേയിലും കൂടി എത്ര കപ്പ് പായസം? ഇപ്പം നമ്മൾ ഇങ്ങനെ ഇതേപോലെ എഴുതി നമുക്ക് കണ്ടുപിടിക്കാം. 2 ട്രേയിലും കൂടി 2 4 8. 3 ട്രേയിലും കൂടി 3 4 12. 4 ട്രേയിലും കൂടി 4 4 16.
5 ട്രേയിലും കൂടി 5 4 20, 6 ട്രേയിലും കൂടി 6 4 24, 7 ട്രേയിലും കൂടി 7 4 28. കണ്ടോ? ഇത് നമ്മൾ ഇങ്ങനെ എഴുതണം എന്നില്ല, നമുക്ക് മനസ്സിൽ ചൊല്ലി നോക്കിയാൽ മതി. 1 4 4, 2 4 8, 3 4 12, 4 4 16, 5 4 20, 6 4 24, 7 4 28. അപ്പോൾ 7 ട്രേയിലും കൂടി എത്ര കപ്പ് പായസമാണ്? 28 കപ്പ് പായസം. 4 കപ്പ് വീതം 7 തവണ. 4 കപ്പ് വീതം 7 തവണ. ഞങ്ങളുടെ ബുക്കിൽ നോക്കൂ, അതാണ് ഇവിടെ കണ്ടിരിക്കുന്ന ഈ 4 കപ്പ് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ? 7 തവണ. അതിന് നമ്മളിങ്ങനെ എഴുതി കൂട്ടി കണ്ടെത്തി. 7 കപ്പ് വീതം 4 തവണയായാലോ? അപ്പം എത്ര കിട്ടുന്നത്? 7 കപ്പ് വീതം 4 തവണ. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ട ക്രിയ? 7 കപ്പ് വീതം 4 തവണ, അതായത് 7 കപ്പ് വീതം 4 തവണയാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക? 4 7. 7ൻ്റെ പട്ടിക ചൊല്ലി നോക്കാം. 1 7, 2 7 14, 3 7 21, 4 7 28. അപ്പം നോക്കൂ, 7 4 28ആണ്, 4 7 28ആണ്. അപ്പം നിങ്ങൾക്ക് 4ൻ്റെ ഗുണനപ്പട്ടിക അറിയുകയാണെങ്കിൽ ഈ കണക്ക് ചെയ്യാൻ കഴിയും. 7ൻ്റെ ഗുണനപ്പട്ടിക അറിയണമെന്നില്ല അല്ലേ? 7 4 28, 4 7 28ആണ്. മനസ്സിലായോ? തണൽ കുടുംബശ്രീ. തണൽ കുടുംബശ്രീ യൂണിറ്റ് കുട നിർമ്മിക്കുന്നുണ്ട്. മീനുവിൻ്റെ അമ്മയും ഈ യൂണിറ്റിലെ അംഗമാണ്. അവർക്ക് 11 കുടയ്ക്കുള്ള ഓർഡർ കിട്ടി. 3 കുട ഉണ്ടാക്കാനുള്ള കുടക്കമ്പികൾ വീട്ടിലുണ്ട്. ഒരു കുടയ്ക്ക് 8 കുടക്കമ്പികളാണ് വേണ്ടത്. അപ്പോൾ വീട്ടിൽ ആകെ എത്ര കുടക്കമ്പികളുണ്ട്? ഒരു കുട ഉണ്ടാക്കാൻ എത്ര കമ്പി വേണം? പറയൂ, ഒരു കുട ഉണ്ടാക്കാൻ എത്ര കമ്പി വേണം? 8 കമ്പികൾ. ഒന്നിന് 8 കമ്പി. അപ്പം 3 കുട ഉണ്ടാക്കാനുള്ള കമ്പികൾ അവിടെ ഉണ്ട്. 3 8. എത്ര 3 8? 8 8 16, 16 8 24. ഇതിനെ നമുക്ക് 3 24 എന്നും മനസ്സിലാക്കാം. 1 8 8, 2 16, 3 24. അപ്പോൾ മീനുവിൻ്റെ വീട്ടിൽ 24 കുടക്കമ്പികൾ ഉണ്ട്. ബാക്കി 8 കുടയ്ക്കുള്ള കുടക്കമ്പികൾ വാങ്ങാനായി അമ്മയോടൊപ്പം മീനുവും പോയി. എത്ര കുടക്കമ്പികൾ വാങ്ങണം? ഇനി 8 കുടയ്ക്കുള്ളത് വാങ്ങണം അല്ലേ? ഒരു കുടയ്ക്ക് എത്ര കമ്പി വേണം? 8 കമ്പി. അപ്പോൾ 8 കുടയ്ക്ക് 8 8 അല്ലേ? ഓരോ കുടയ്ക്ക് 8 വെച്ച്. അതായത് 8 8 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 8 4 3 8 ആയില്ലേ? 4 8, 5 8, 6 8, 7 8, 8 8. 8 കുടയ്ക്കും 8 8 കമ്പികൾ വേണം. അതായത് 8 8. കൂട്ടി നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താം, ഗുണിച്ച് നോക്കിയിട്ടും കണ്ടെത്താം അല്ലേ? എത്ര കുടക്കമ്പികൾ വാങ്ങണം? 8 8, 16, 16 8, 24, 24 8, 32, 32 8, 40, 48, 56 8, 64. ഇങ്ങനെയാണ്. 1 8 8, 2 8 16, 3 8 24, 4 8 32, 5 8 40, 6 8 48, 7 8 56, 8 8 64. 8 8 64. എത്ര കുടക്കമ്പികൾ വാങ്ങണം? 64 കുടക്കമ്പികൾ വാങ്ങണം. അപ്പോൾ 11 കുടയ്ക്ക് ആകെ എത്ര കുടക്കമ്പികൾ വേണം? 11 കുടയ്ക്ക്. ഇപ്പം നമ്മളിവിടെ 8 കുടയ്ക്ക് 64, ഇവിടെ 3 കുടയ്ക്ക് 24. അപ്പോൾ 64 24 കൂട്ടി നോക്കാം അല്ലേ? അപ്പം എത്ര വരുന്നത്? ഇവിടെ കൂട്ടി നോക്കാം. 64 24. 64 24 കൂട്ടി നോക്കാം. 4 4 8, 2 6 8. ആകെ എത്ര കുടക്കമ്പികൾ വേണം? 88 കുടക്കമ്പികൾ വേണം. കൂട്ടുകാർ കണക്കാക്കിയ രീതി.
അപ്പോൾ നമുക്കിതിൽ കൂട്ടുകാർ കണക്കാക്കിയ രീതി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആദ്യം 3 എണ്ണത്തിൻ്റെയും 8 എണ്ണത്തിൻ്റെയും കണ്ടു, അത് തമ്മിൽ കൂട്ടി 11 കുടകളുടെ ആയി അല്ലേ. 11 കുടകൾക്ക് വേണ്ട കമ്പികൾ നിങ്ങൾ മനസ്സിലാക്കി. ഇതിന് പകരമായിട്ട് 11 ഓരോ കുടയ്ക്കും 8 അല്ലേ. അപ്പോൾ മറ്റൊരു രീതി പ്രകാരം 11 8 എത്രയാണെന്ന് നോക്കിയാൽ മതി. 11 8 അല്ലേ. 11 8 ഒന്നിച്ച് എഴുതി കൂട്ടാം. അല്ലെങ്കിലോ 10 8 എത്രയാണെന്ന് നോക്കാം. 10 8 10 8 80. 10 8 80 എന്ന് നമുക്ക് ഗുണപട്ടികയിൽ നിന്ന് കിട്ടും. ഇനി ഇതിൽ കൂടെ ഒന്നുകൂടി കൂട്ടിയാൽ മതി, ഒരു കുടയുടെയും കൂടി അല്ലേ, അതായത് 8. അപ്പോഴോ 80ഉം 8ഉം 88. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 2 തരത്തിലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തൂ. ഉത്തരം കണക്കായി നോട്ട് ബുക്കിൽ എഴുതൂ. നോക്കാൻ ചോദ്യം നോക്കൂ. ഒരു പാക്കറ്റ് ക്രയോണിൻ്റെ വില 8 രൂപയാണ്. ഇത്തരത്തിലെ 6 പാക്കറ്റ് ക്രയോൺ വാങ്ങാൻ എത്ര രൂപ വേണം? അപ്പം നോക്കാം. ഒരു പാക്കറ്റ് ക്രയോണിൻ്റെ വില എന്താണ്? ഒരു പാക്കറ്റിന് എന്താ വില? 8 രൂപ. അത്തരം 6 പാക്കറ്റ് വാങ്ങണം. 6 പാക്കറ്റ്. ഒന്നിൻ്റെ വില തന്നിട്ട് കുറേ എണ്ണത്തിൻ്റെ വിലയാണ് നമ്മളോട് ചോദിക്കുന്നത്. ഒരു പാക്കറ്റിൻ്റെ വില തന്നിട്ടുണ്ട്. അപ്പോൾ 6 പാക്കറ്റിൻ്റെ വില എത്രയാണ്? അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എഴുതി കൂട്ടുകയും ചെയ്യാം, ഗുണിക്കുകയും ചെയ്യാം. ഇപ്പോൾ 8 ഒരു പാക്കറ്റിന് 8, രണ്ടാമത്തെ പാക്കറ്റിന് 8, മൂന്നാമത്തെ പാക്കറ്റിന് 8, 4-ന് 8, അഞ്ചാമത്തെ പാക്കറ്റിന് 8, ആറാമത്തെ പാക്കറ്റിന് 8. ഇങ്ങനെ നമുക്ക് കൂട്ടി കൂട്ടി കണ്ടെത്താം. അല്ല എങ്കിൽ 6 8 എത്രയെന്ന് നോക്കിയാൽ മതി. പട്ടിക പഠിച്ചാൽ എത്ര എളുപ്പമാണ്. 6 8 1 8 8 16 3 24 4 32 5 40 6 48. എത്ര രൂപ വേണം? 6 പാക്കറ്റിന് 48 രൂപ. ഇനി ഇങ്ങനെ ഒന്ന് കൂട്ടി നോക്കാം. ഇപ്പം ഈ പട്ടിക അറിയില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കൂട്ടി കണ്ടുപിടിക്കാം. 8 8 16, 16 8 24, 24 8 32, 32 8 40, 40 8 നോക്കൂ 48, 40 8 48. അടുത്ത കണക്ക് നോക്കാം. മീനുവിൻ്റെ സ്കൂളിലേക്ക് 8 പേപ്പർ കട്ടർ വേണം. കട്ടർ എത്ര എണ്ണം വേണം? 8 എണ്ണം വേണം. ഒന്നിന് 7 രൂപയാണ് വില. വില എത്രയാണ് ഒന്നിന്? 7 രൂപ. വില 7 രൂപ അല്ലേ. 7 രൂപ വിലയുള്ള 8 കട്ടർ വേണം. അപ്പോൾ ഒന്നിൻ്റെ വില 7 രൂപ. അപ്പോൾ 8 7 വേണം അല്ലേ. നോക്കൂ 3 4 5 6 7 8 8 7 അല്ലെങ്കിൽ എങ്ങനെയാണ്? 8 7 8 കട്ടർ ഒന്നിന് 7 രൂപ. അപ്പോൾ 8 7 56. എങ്ങനെ കണ്ടുപിടിക്കുക? 1 7 7 2 7 14 3 21 4 28 5 35 6 42 7 49 8 56. ഇങ്ങനെ നമുക്ക് ഈ പട്ടിക അറിയില്ലെങ്കിൽ എങ്ങനെ കൂട്ടുകയെന്ന് മനസ്സിലായില്ലേ? 7 7 14, 14 7 21, 21 7 28, 28 7 35, 35 7 42, 42 7 49, 49 7 56. അപ്പോൾ എത്ര രൂപയാണ് വില? 56 രൂപ. അടുത്ത കണക്ക് നോക്കാം. ഒരു കേക്ക് അതിനെ 8 കഷ്ണങ്ങളാക്കി മുറിക്കാം. ഒന്നിനെ എത്ര കഷ്ണാക്കുന്നുണ്ട്? 8 കഷ്ണം. അതുപോലെ 5 കേക്ക് വാങ്ങിച്ചു. അതിനൊക്കെയും 8 കഷ്ണങ്ങളാക്കി. ഓരോ കേക്കിനെയും 8 കഷ്ണങ്ങളാക്കി. എത്ര കഷ്ണം കേക്ക് കിട്ടും? ഒരു കേക്കിന് 8 കഷ്ണം. അപ്പോൾ ഈ 5 കേക്കിന് 8 ആക്കണം. 5 8 കിട്ടും. നോക്കൂ, ഈസി അല്ലേ?
ഒരു കേക്കിന് 8 ആക്കി, രണ്ടാമത്തെ കേക്കിന് 8 ആക്കി, മൂന്നാമത്തേന് 8 ആക്കി, നാലാമത്തേന് 8 ആക്കി, അഞ്ചാമത്തേന് 8 ആക്കി. അപ്പോൾ 5 കേക്കിന് 8 കഷ്ണങ്ങളാക്കിയാൽ 5 8 എത്രയാന്ന് നോക്കുക. കൂട്ടി നോക്കാം ആദ്യം. 8 8 16, 16 8 24 8 32 8 എത്രയാണ്? 40. 5 8 എത്രയാ നോക്കൂ. 1 8 8, 2 8 16, 3 8 24, 4 8 32, 5 8 40 കഷ്ണം കേക്ക്. എത്ര കഷ്ണം കേക്കാണ്? 40 കഷ്ണം കേക്ക്. ചെസ് ബോർഡിൽ ഒരു വരിയിലുള്ള കളങ്ങൾ എത്ര എണ്ണമാണ്? 8 എണ്ണം. ആകെയുള്ള വരികൾ 8 എണ്ണം. ആകെയുള്ള കളങ്ങൾ അപ്പം എത്രയായിരിക്കും? 8 8. എത്രയായിരിക്കും? 8 8. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ചെസ് ബോർഡിൽ ഒരു വരിയിൽ എത്ര കളങ്ങളുണ്ട്? ഒരു വരിയിൽ നോക്കൂ, 8 കളങ്ങൾ. ആകെ വരികൾ എത്രയാണ്? അതും 8 ആണ് അല്ലെ? അപ്പോൾ ആകെയുള്ള കളങ്ങൾ 8 വരിയില് 8 കളങ്ങളുണ്ട്. അതായത് 8 ഉണ്ട്. 8 എത്രയാണ്? 8 64. അല്ലെങ്കിൽ 8നെ 8 പ്രാവശ്യം എഴുതി കൂട്ടി നോക്കണം. മനസ്സിലായില്ലേ? ഒരു വരിയിൽ എത്ര കളങ്ങളുണ്ട്? 8. ആകെ വരികൾ 8. അപ്പോൾ ആകെ കളങ്ങൾ കാണാൻ 8നെ 8 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 8നെ 8 പ്രാവശ്യം എഴുതി കൂട്ടുക. ഇനി നോക്കൂ, എത്ര കളങ്ങളിലാണ് കരുക്കൾ ഉള്ളത്? ഓരോ വശത്തും 2 കളങ്ങളിൽ കരുക്കളുണ്ട് അല്ലേ? 2 8. 2 വശങ്ങളിലും 2 8 വീതം കരുക്കളുണ്ട്. അതായത് 16 അല്ലേ? ആ മറ്റേ സൈഡിലും 16 കരുക്കൾ ഉണ്ട്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചൈനയിൽ നിന്നും ക്രെയിനുമായി വന്ന കപ്പൽ യാത്രയ്ക്ക് 3 ആഴ്ച എടുത്തു. എത്ര ദിവസമാണ് കപ്പൽ യാത്ര ചെയ്തത്? എത്രയാണ്? ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ട്? ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? 7 ദിവസം അല്ലേ? ഇവിടെ എത്ര ദിവസം എടുത്തു എന്നാ പറഞ്ഞത്? 3 ആഴ്ച എടുത്തു. അപ്പോൾ 3 ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് എങ്ങനെ കാണുക? 3 7 എത്രയാണ് നോക്കുക, അല്ലെങ്കിൽ 3 7 എഴുതി കൂട്ടി നോക്കുക. 7 7 ഇവിടെ ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ 7 7 14 7 21, അല്ലെങ്കിൽ 3 7 21, 1 7 2 7 14, 3 7 21. എത്ര എടുത്തു? കപ്പൽ യാത്ര ചെയ്യാൻ 21 ദിവസങ്ങൾ എടുത്തു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും നേരം നിങ്ങൾ എല്ലാം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം ആവർത്തിച്ച് കൂട്ടുന്നതിന് പകരമാണ് ഗുണനം. ആവർത്തന സങ്കലനമാണ് ഗുണനം. വീണ്ടും കൂട്ടുന്നതിന് പകരം ഗുണിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.